എവിടെയോ ഇരുന്ന് ഒരു ബന്ധവുമില്ലാത്ത ഞാൻ എന്നെ പിടിച്ചതിൽ ഇങ്ങനൊരു കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. Why are you disturbing my peace? I'm very clear about it. This is wrong. അപ്പൊ എൻ്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. ഇത് ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എപ്പോഴും പറയണ ഒരു ഡയലോഗ്, അവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്, ഇവിടെ മന്ത്രിയാവുന്ന. ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. അതൊന്നും ആലോചിച്ചു പോയതാണേ. എന്താ പറയാ, വലിയ വലിയ പ്രവർത്തകര് തന്നെ തൃപ്പൂണിത്തുറയുടെ മണ്ണിനെ അറിഞ്ഞ് നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതും പാർട്ടിയിലെ ഏറ്റവും വലിയ മുഖ്യധാര പ്രവർത്തകരൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ കേൾക്കാൻ ഭാഗ്യമുള്ളവളാണോ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. ഓരോ BJP-യിലെയും 2020-ലെ പ്രവർത്തകര് എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ മാറിക്കഴിഞ്ഞു ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അവർക്ക് വിഷമമാണ്, ഇനി 4 ദിവസമേ പ്രചരണത്തിനുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷമം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഞാൻ ഓൾറെഡി ജയിച്ചു നിൽക്കുകയാണ്. ഇത്രയേറെ ജനങ്ങളുള്ള സ്ഥലത്ത് അത് എനിക്ക് വന്ന് ആ ലോട്ട് വീഴണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ജയം ഉറപ്പിച്ചൊരു കാര്യമാണ്. ഇത്രയും പേരുടെ സ്നേഹം ഒരേ സമയത്ത് 9-ാം തീയതി വരെ കിട്ടുന്ന അവരുടെ കൈക്കുള്ളിലാണ് ഞാൻ. അവിടെ ഞാൻ ജയം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ഇടത്തും വലതും അപ്പുറത്തും ഇപ്പുറത്തുണ്ടെങ്കിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഞാൻ ആ വിജയം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു കളറ് പരിപാടി ആയിരിക്കും തന്നെ. അപ്പൊ 4-ാം തീയതി മത്സരത്തിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഓൾറെഡി ഞാൻ വിജയിച്ച ആ ഒരു മനസ്സിൽ നിറയെ അതാണ് ആ ഫീലിംഗ്. വിജയിച്ചു തന്നെയാണ്. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല.